നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ്, ജർമ്മൻ, ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിമാർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായി ജനീവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇറാനുമായുള്ള ആദ്യത്തെ നേരിട്ടുള്ള നയതന്ത്ര കൂടിക്കാഴ്ചയായിരുന്നു അത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട നയതന്ത്രത്തിലേക്ക് തിരികെ എത്തുവാനുള്ള വഴിയൊരുക്കുക എന്നതായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി, ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോഡ്, ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാഡേഫുൾ, യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയ മേധാവി കാജ കല്ലാസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഈ ആഴ്ച ആദ്യം 3 യൂറോപ്യൻ വിദേശകാര്യ മന്ത്രിമാരുമായി അരാക്ചി ഫോണിൽ സംസാരിച്ചിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത UK യുദ്ധവിമാനം AF-35ന്റെ യന്ത്ര തകരാർ ഇനിയും പരിഹരിക്കാനായില്ല. തിരുവനന്തപുരത്തെത്തിയ UK വ്യോമസേനയിലെ വിദഗ്ധർക്കും തകരാർ ശരിയാക്കാനായില്ലെന്നാണ് വിവരം. ഇതേ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്താൻ വിപുലമായ സംഘം UK-യിൽ നിന്ന് എത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. യന്ത്ര തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ വലിയ സൈനിക വിമാനത്തിൽ F-35നെ തിരികെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ഈ മാസം 14-നാണ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. പാലസ്തീൻ ആക്ഷൻ ഗ്രൂപ്പിനെ നിരോധിക്കാനൊരുങ്ങി രാജ്യം. ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് സംബന്ധിച്ച് ഹോം സെക്രട്ടറി തിങ്കളാഴ്ച പാർലമെന്റിൽ ബ്രിട്ടൻ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കും. പാർലമെന്റ് പാസാക്കിയാൽ ഗ്രൂപ്പിൽ അംഗമാകുന്നത് നിയമവിരുദ്ധമാകും. കഴിഞ്ഞ ദിവസം പാലസ്തീൻ അനുകൂല പ്രവർത്തകർ ഓക്സ്ഫോർഡ്ഷയറിലെ RAF ബ്രൈസ് നോട്ടണിലേക്ക് അതിക്രമിച്ചു കയറി 2 സൈനിക വിമാനങ്ങളിൽ ചുവന്ന പെയിന്റ് ഒഴിച്ചിരുന്നു. ഈ സംഭവത്തിനെ തുടർന്ന് UK-യിലുടനീളമുള്ള സൈനിക താവളങ്ങളിൽ സുരക്ഷാവലോകനം ആരംഭിക്കുന്നതിനിടെയാണ് ഈ തീരുമാനം. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മാരക രോഗം ബാധിച്ച മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നതിന് അവകാശം നൽകുന്ന അസിസ്റ്റഡ് ഡൈയിങ് ബില്ലിന് ഹൌസ് ഓഫ് കോമൺസിൽ നടന്ന വോട്ടെടുപ്പിൽ അംഗീകാരം നൽകി. 291-നെതിരെ 314 വോട്ടുകളുടെ പിന്തുണയാണ് ബില്ലിന് ലഭിച്ചത്. നവംബറിൽ ആദ്യമായി ചർച്ച ചെയ്തപ്പോൾ 55 പേരുടെ ഭൂരിപക്ഷം ആയിരുന്നു ലഭിച്ചിരുന്നത്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മരണം കണ്ടതിന്റെ വ്യക്തിപരമായ കഥകൾ MP-മാർ വിവരിച്ച വൈകാരികമായ ചർച്ചയ്ക്ക് ശേഷമാണ് വോട്ടെടുപ്പ് നടന്നത്. കൂടുതൽ പരിശോധനയ്ക്കായി ബിൽ ഹൌസ് ഓഫ് ലോർഡ്സിലേക്ക് അയക്കും. ഹൌസ് ഓഫ് ലോർഡ്സിൽ ബിൽ പാസായാൽ നിയമമാകും. നിയമം പ്രാബല്യത്തിലായാൽ ബ്രിട്ടന്റെ തന്നെ നിയമനിർമ്മാണ ചരിത്രത്തിൽ വലിയ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും വഴിയൊരുക്കുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം. രാജ്യത്ത് ചൂട് ശക്തമാകുന്ന മുന്നറിയിപ്പ് നൽകി മെറ്റ് ഓഫീസ്. ഇന്ന് താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് അറിയിപ്പ്. ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഒപ്പം തണ്ടർ സ്റ്റോംസിനുള്ള യെല്ലോ വാർണിംഗും നൽകുന്നു. നോർത്ത് ഇംഗ്ലണ്ട്, മിഡ്ലാൻഡ്സ്, വെയിൽസ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇന്ന് വൈകിട്ട് മുതൽ ഞായറാഴ്ച വരെ ഇടിമിന്നൽ മുന്നറിയിപ്പ് ബാധകമാവുക. അതിനിടയിൽ ഉയർന്ന ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ ശക്തമായ മഴയ്ക്ക് കാരണമാകുമെന്ന നിർദ്ദേശവും വരുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ നിലവിലുള്ള ഹീറ്റ് ഹെൽത്ത് അലർട്ട് തിങ്കളാഴ്ച വരെ തുടരും. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് മികച്ച തുടക്കം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 1-ാം ദിവസം കളി നിർത്തുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 359 റൺസ് എന്ന മികച്ച നിലയിലാണ്. ശുഭ്മാൻ ഗിൽ, ഓപ്പണർ യശസ്വി ജയ്സ്വാൾ എന്നിവരുടെ തകർപ്പൻ സെഞ്ചുറികളാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. 101 റൺസ് എടുത്ത ഓപ്പണർ യശസ്വി ജയ്സ്വാൾ, 42 റൺസ് എടുത്ത KL രാഹുൽ, ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച സായ് സുദർശൻ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. 127 റൺസ് എടുത്ത നായകൻ ഗിൽ, 65 റൺസ് എടുത്ത ഋഷഭ് പന്ത് എന്നിവരാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ഇംഗ്ലണ്ടിന് വേണ്ടി ബെൻ സ്റ്റോക്സ് 2 വിക്കറ്റും ബ്രൈഡൻ കാർസ് 1 വിക്കറ്റും വീഴ്ത്തി. 2-ാം ദിനമായ ഇന്ന് ഇന്ത്യ കൂറ്റ സ്കോറിലേക്ക് കുതിക്കുമോ? ഇംഗ്ലണ്ട് ബൌളർമാർക്ക് മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം. UK-യിൽ പഠന വിസ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് 65 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ തമിഴ്നാട് സ്വദേശി പോലീസിന്റെ പിടിയിൽ. തിരുവള്ളൂർ ചൌള നഗർ സ്വദേശി 37 വയസ്സുള്ള അജീഷാണ് പിടിയിലായത്. തിരുവനന്തപുരം പൂന്തറ സ്വദേശി ജീനും സുഹൃത്തുക്കളുമാണ് ഇയാൾ കബളിപ്പിച്ചത്. 2022-ലായിരുന്നു സംഭവം. വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു. ഹോങ്കോങ്ങിലേക്ക് പോകുവാനായി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു പോലീസ് ഇയാളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത കുടുംബ കൂട്ടായ്മ വാർഷിക പ്രതിനിധി സമ്മേളനം ഇന്ന് ബർമിംഗ്ഹാമിൽ നടക്കും. 12 റീജിയനുകളിലെ 101 പരം ഇടവക മിഷൻ പ്രൊപ്പോസ്ഡ് മിഷനിൽപ്പെട്ട 350ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ബർമിംഗ്ഹാം മേരിവേയിലെ രൂപത പാസ്റ്ററൽ സെന്ററും അതിന്റെ സമീപത്തുള്ള ഔർ ലേഡി ഓഫ് അസെപ്ഷൻ ദേവാലയവുമാണ് സമ്മേളന വേദി. രാവിലെ 9:30 പ്രേസ് ആൻഡ് വാർഷിപ്പോടെയാണ് സമ്മേളനം ആരംഭിക്കുക. രൂപത അധ്യക്ഷന്മാർ ജോസഫ് സ്ട്രാമ്പിക്കിന്റെ കാർമ്മികത്വത്തിൽ കുർബാനയും നടക്കും. കുർബാനയ്ക്ക് ശേഷം ക്ലാസ്, ചർച്ച എന്നിവയും ഉണ്ടാകും. കുടുംബ കൂട്ടായ്മ കമ്മീഷൻ കോർഡിനേറ്റർ ഷാജി തോമസ്, സെക്രട്ടറി റെനി ഷിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അംഗങ്ങളാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ശശി തരൂരിന്റെ വിദേശയാത്ര ഓപ്പറേഷൻ സിന്ദൂരിന്റെ തുടർച്ചയെന്ന വിവരം, തുടർ യാത്രയും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരവും പുറത്തുവരുന്നു. റഷ്യ, UK, ഗ്രീസ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ അംബാസഡർമാർക്കൊപ്പം അതാത് സർക്കാരുകളുമായി ചർച്ച നടത്തുമെന്നാണ് യാത്രാ വിവരം. അമേരിക്കയും പാകിസ്ഥാനും അടുക്കുമ്പോൾ കൂടുതൽ രാജ്യങ്ങളെ കൂടി ഒപ്പം നിർത്താനാണ് തരൂരിന്റെ നയതന്ത്ര നീക്കം. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണങ്ങളുടെ ആഘോഷങ്ങളിൽ രാജ്യം. യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് 3 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗാ സംഗമം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ പുലി പിടികൂടിയ 4 വയസ്സുകാരിക്കായി തിരച്ചിൽ പുനരാരംഭിച്ചു. പ്രത്യേക പരിശീലനം നേടിയ നായയെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. പോലീസും വനവകുപ്പും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുകയാണ്. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ മകൾ റോസ്നിയെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. കണ്ണൂർ കായലോട് ആത്മഹത്യ ചെയ്ത റസീനയുടെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പിണറായി പോലീസ് സ്റ്റേഷനിലാണ് റസീനയുടെ സുഹൃത്തായ റഹീസ് ഹാജരായത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. സദാചാര ആക്രമണത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. സംഭവത്തിൽ ഇയാളുടെ മൊഴി നിർണായകമാകും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.